ഇന്ന് കുറച്ച് മാങ്ങ കഴിച്ചതിന്റെ കഥ പറയാവേ. മാമ്പഴം നമുക്ക് മാങ്ങ പറിക്കാൻ പോവാം. വാ മാങ്ങ പറിക്കാൻ പോ. വാ വാ. എവിടെ പോണ്? ഇന്നലെ നെടുമങ്ങാട് പോയിട്ട് വന്നപ്പം കിട്ടിയ മാങ്ങയാണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ കിത്തുവിനോട് ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ, കിത്തു നമുക്ക് മാങ്ങ പറിക്കാൻ പോകാൻ പോന്നു. അവൻ തിരിച്ചെന്താ പറയുന്നതെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ ഒത്തിരി മാവുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പം അതൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു. നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വയലിലോട്ടൊക്കെ ചാഞ്ഞൊക്കെ ഒരു മാവുണ്ടായിരുന്നു. ഒത്തിരി മാങ്ങയാണ് കേട്ടോ ആ മാവിൽ കായ്ക്കുന്നത്. അതും ഈയിടയ്ക്ക് വെട്ടിക്കളഞ്ഞായിരുന്നു. കാരണം അതിൽ മാങ്ങയൊക്കെ ആണെങ്കിൽ വയലിലോട്ട് വീഴുന്നു പറഞ്ഞ് പരാതി വന്നപ്പോഴത്തേക്ക് അവർ തന്നെയാണ് വെട്ടിക്കളഞ്ഞത്. പണ്ടത്തെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ ഞാനും വാവയും ആളും നമ്മൾ മൂന്നുപേരാണ് കേട്ടോ മെയിൻ കൂട്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ചില ദിവസങ്ങളിൽ മാങ്ങ പറിച്ചിട്ട് അത് കല്ല് വെച്ച് ചതച്ച് അതിൽ മുളകും ഉള്ളിയും കൂടെ ഇട്ട് കഴിക്കും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ അമ്മുമ്മയാണെങ്കിൽ കണ്ണിമാങ്ങ ഉപ്പിലിട്ട് വയ്ക്കുവേ. അപ്പോൾ അമ്മുമ്മ കാണാതെ ആ മാങ്ങയെ പോയി എടുത്തിട്ട് അതിൽ മാങ്ങാണ്ടിയൊക്കെ കളഞ്ഞിട്ട് അതിൽ ഉള്ളി ചതച്ചതും മുളകും ഉപ്പും ഒക്കെ ഇട്ട് അങ്ങനെ കഴിക്കും കേട്ടോ. അപ്പോഴോ എന്തോ ഒരു ടേസ്റ്റ് എന്നറിയുമോ. സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞപ്പോഴും എൻ്റെ വായിക്കൂടെ കപ്പലോടിക്കേണ്ട വെള്ളമാണ് വരുന്നത്. ഇന്ന് ഞാൻ മാങ്ങ എടുത്തപ്പോഴും എൻ്റെ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ കിത്തുവിന് അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കാൻ വേണ്ടി കുറച്ച് കാന്താരി മുളക് പറിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ്റെ അമ്മയുടെ കൃഷിയാണ് കേട്ടോ. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, വെണ്ടയുണ്ട്, ചീരയുണ്ട്, മുളകുണ്ട്, പിന്നെ എന്താ ഉള്ള പയറുണ്ട്, കത്തിരി ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാന്താരി മുളകൊക്കെ പറിച്ച് ഞാൻ മാങ്ങ കുറച്ച് ഉപ്പിലിടാൻ വേണ്ടി വച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പഴിഞ്ഞ് കുടിക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഈ ഉപ്പിലിട്ട മാങ്ങയും തൈരൊക്കെ ഇട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാങ്ങ ഉപ്പിലിട്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് മാങ്ങ ഞാൻ ഒന്ന് കറി വയ്ക്കാനും കൂടെ വച്ചായിരുന്നു. നേരത്തെ ഞാൻ കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കേട്ടോ ആ മുകളിലത്തെ ഡപ്പയിലിരിക്കുന്നത്. പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്നപ്പം ഒരു മാങ്ങ എടുത്ത് അതിലേക്ക് കുറച്ച് മുളകും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് കഴിക്കാൻ പോവേണം കേട്ടോ. അന്ന് ഞാൻ കഴിച്ച ആ മാങ്ങയുടെ ടേസ്റ്റ് ഇന്ന് ഈ മാങ്ങ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. എന്നു പറഞ്ഞാൽ അന്നൊക്കെ ആണെങ്കിൽ അമ്മുമ്മ കാണാതെ മാങ്ങ എടുത്തുകൊണ്ട് പോയി പിന്നെ വയലിൻ്റെ കരയിൽ പോയിരുന്നു ഞാനും ഭാവയും ആളും ഒക്കെ ഒരുമിച്ചിരുന്ന് കഴിച്ച ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ഇന്ന് ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുമ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഓർമ്മകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.